ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മ പരമാത്മ മായാ തിരുമേനി അന്ത്യകാലത്തിങ്കലീ വണ്ണം കാണായ മൂലം ബന്ധവുമറ്റുമുക്തനായേ ദാസനാകിയോരടിയനെ ബന്ധുവസുരസമതൃപ്തിരജലം ബന്ധുവത്സല ബന്ധം തൊട്ടരുളേണമെന്ന നിന്തിരുമലടിയോട് ഇന്ദിരാപതിയതു കേൾക്കാൻ തലോടിന ബന്ധബന്ധം പൂർണ്ണാത്മാനന്ദം വന്നിടും വണ്ണം അന്നേരം കാടങ്ങളെത്തി ജടായും നന്നിടം തന്നിൽ വീണ നേരത്തുടക്കുവരൻ കണ്ണുനീർവ ഭക്തവാത്സല്യ പരമശാലമിത്രമിത്രമാം ഭക്തിന്റെ ഉത്തമാർഗം
എല്ലാ വീട്ടിലെത്തുന്നുണ്ട്. അതങ്ങനെ അതെങ്ങനെയാ പിന്നെ കാണാൻ പറ്റില്ലല്ലോ നമുക്ക് ആർക്കും. അല്ലാതെ പുള്ളി വന്നപ്പോൾ അവിടെ കണ്ടു. എവിടേക്ക് വന്നു കട. ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് പുറത്തേക്ക് എടുക്കും. ഞാനിങ്ങനെ ഒരു ഹലോ, എടുക്കുന്ന പുറത്ത് വെച്ച് ഓക്കെ 2 മണിക്ക് എടുക്കും.
പട്ടിടുന്നവർക്കെല്ലാം ഇടാം കേട്ടോ. ചേട്ടേ എടുത്ത് മാറ്റി ഉള്ളിലേ അതിൽ കറങ്ങിപ്പോരെ, ഇതിൽ കറങ്ങിപ്പോരെ. സൈഡിലേക്ക് അങ്ങനെയില്ല, അങ്ങനെയില്ല, അങ്ങോട്ട് ചെല്ലിടൂ. വിനീത് പട്ടി കൊടുക്ക്, വിനീത് കൊടുക്കും അങ്ങോട്ട് പൽപ്പാ. ഇല്ല എന്തെങ്കിലും നാട്ടിൽ പോകുന്നു. പട്ടികളെ വന്നോ? ഈ പട്ടി ബാക്കിയുണ്ട് അവിടെ സീത വന്നോ? അങ്ങനെ റേറ്റ് കംപ്ലീറ്റ് എല്ലാം മുകളിൽ വെക്കണോ? അവിടെ വെക്കണ്ട, എല്ലാ റേറ്റും ആ പോകുന്ന സ്ഥലത്ത് പറ്റി അത് അവിടെ കിട്ടും. അതിനെന്താണ് രണ്ടാളും കൂടി വരണ്ടേ? 2 മണിയാകുമ്പോൾ അമ്മമാരെ മാത്രം കുറച്ച് പ്രദേശം
സനി വേണോ ഇനി വേണോ എവിടെ ഉണ്ട് പ്രിയങ്കരനായ തിരുവോണപ്പുറത്തിൻ്റെ ഭാസ്കരൻ മാസ്റ്റർ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ചെറിയാണ്ടി കുഞ്ഞിരാമൻ നായരുടെയും മേപ്പാട്ട് ദേവിയമ്മയുടെയും മകനായി തിരുവോണപ്പുറത്ത് ജനിച്ച ഭാസ്കരൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ വിവിധ സംഘടനകളിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അത് രാഷ്ട്രീയ സംഘടനകളിലും രാഷ്ട്രീയേതര സംഘടനകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെറുപ്പത്തിൽ RSSന്റെ സജീവ പ്രവർത്തകനായിരുന്നു. ഞങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. തുടർന്ന് അദ്ദേഹം BJPയുടെയും ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതി, അതുപോലെ തന്നെ ഇരിട്ടി ഹൈസ്കൂൾ അധ്യാപക സംഘടനയുടെ നേതാവ്, അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള വൈസ്മെൻ ക്ലബ്ബ് പോലെയുള്ള ക്ലബ്ബുകൾ, സീനിയർ ചേംബർ, NSS തുടങ്ങിയ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം, പേരാവൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈ നിര്യാണം വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്കെല്ലാം ഒരു നിമിഷം പ്രാർത്ഥിക്കണം. അത് കഴിയുന്ന മൗനം ആചരിക്കുന്നതോടുകൂടി ശാന്തിമന്ത്രം ഉണ്ടാകും. എല്ലാ സ്ഥലത്തും എല്ലാവരുടെ കയ്യിലും എല്ലാവരുടെയും കയ്യിൽ പുഷ്പം തരും. അത് ഈ ദേഹത്തിൻ്റെ പാദത്തിൽ അർപ്പിക്കുക, വലിച്ചെറിയാതിരിക്കുക. അതേപോലെ തന്നെ ഏറ്റവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ദീർഘകാലം പ്രവർത്തിച്ചത് നമുക്കറിയാം. ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്നിരുന്ന, ആരും തിരിഞ്ഞു നോക്കാതെ കാട്ടിൽ അകത്ത് ഉണ്ടായിരുന്ന തിരുവോണപ്പുറം മഹാവിഷ്ണു ക്ഷേത്രം ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ സർവ രീതിയിലും സർവശക്തി ഉപയോഗിച്ച് ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു ഭാസ്കരൻ മാസ്റ്റർ. അദ്ദേഹത്തെ ഒരിക്കലും ഈ നാടിനും നാട്ടുകാർക്ക് മറക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരു നിമിഷം എല്ലാവരും മൗനം ആചരിക്കണം അദ്ദേഹത്തിന് വേണ്ടി. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ സംസ്കാരത്തിന് ശേഷം ഉടനെ തന്നെ ഇവിടെ ഇതേ മുറ്റത്തേക്ക് നമ്മൾ ഒരു സർവകക്ഷി അനുശോചനം ചെയ്യുന്നുണ്ട്. എല്ലാ സംഘടനകളും ഇതിന് പങ്കാളികളാകണം. അതുകൊണ്ട് എല്ലാവരും സ്വയം ഈ പരിപാടിയിൽ അനുശോചന യോഗത്തിൽ പങ്കെടുക്കാൻ ഹരേ രാമ ഹരേ രാമ. ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് സഞ്ജയനകർമ്മ എല്ലാവരും എത്തിച്ചേരുക. എല്ലാം പ്രിയപ്പെട്ട ഭാസ്കരൻ മാസ്റ്റർ നമ്മെ വെട്ടിപ്പിരിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, കുറച്ചു കാലമായി അദ്ദേഹം അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വളരെ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് അദ്ദേഹം മാറിയത്. 2 ദിവസം മുമ്പേ രാമേന്ദ്രൻ ഡോക്ടറെ അടുത്ത്
സീരിയസ് ആയതുകൊണ്ട് അവിടെ പോവുകയും അവിടെ നിന്ന് പറ്റാവുന്ന ചികിത്സകളൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്കറിയാം കോഴിക്കോടും മറ്റ് നല്ല ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രിയിലൊക്കെ ചികിത്സ നൽകിയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം മരണമെന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ തോൽപ്പിക്കാൻ നമുക്ക് ചികിത്സാ ശാസ്ത്രങ്ങൾ കൊണ്ടുപോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം ഭാസ്കർ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ മാത്രമല്ല, ഈ ഒരു തിരുവോണപ്പുറം ഗ്രാമത്തിൻ്റെ മാത്രമല്ല, പേരാവൂരിൻ്റെയും പേരാവൂരിൻ്റെ പരിസര പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ ജില്ലയിലെ പല ഭാഗങ്ങളിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം ഈ കാലയളവിൽ മാറിയിട്ടുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ കുടുംബം എന്ന് മാത്രം ചിന്തിക്കാതെ സമാജത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് നല്ല ഒരു സമയം പ്രയോജനപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ്. നമുക്കറിയാം അങ്ങനെ നിരവധി ചുരുക്കം ആളുകൾ മാത്രമേ ആ തരത്തിലൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ, അദ്ദേഹത്തിൻ്റെ ഈ ഇന്നത്തെ ഇവിടെ വീട്ടിൽ സന്ദർശിച്ചു പോയിട്ട് ആളുകളുടെ ബാഹുല്യമൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിനോടുള്ള ആദരവ് സൂചിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ എന്നെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പരമായി പറയുമ്പോൾ ചെറിയ ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. ഹൈസ്കൂളിൽ വരെ, ഇവിടെ പേരാവൂർ UP സ്കൂൾ മുതൽ ഹൈസ്കൂളിൽ വരെ ഒരുമിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. വീട്ടുകാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. വ്യക്തിപരമായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. എപ്പോഴും നല്ലൊരു ബന്ധം, ഒരു അകൽച്ചയില്ലാത്ത ബന്ധം ഈ കാലയളവിനിൽ ഇടയിൽ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം നമുക്കറിയാം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ കൂടിയാണ് സമാജ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. അതിനുശേഷം തിരുവോണപ്പുറം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തിരുവോണപ്പുറം ക്ഷേത്രം, അവിടെ ക്ഷേത്ര സംരക്ഷണ സമിതി രൂപീകരിക്കുകയും കാട്ടിലകപ്പെട്ട് കിടന്നിരുന്ന, ആരും തിരിഞ്ഞു നോക്കാതിരുന്ന, ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന ആ ഒരു സ്ഥലത്ത് ആ ഇന്നത്തെ ഒരു നിലയിലേക്ക്, ഒരു പൂർണ്ണമായ രീതിയിലേക്ക് ക്ഷേത്രത്തെ പടുത്തുയർത്താൻ നിരവധി കാലങ്ങളായി അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ എല്ലാ ആളുകളും, ഈ ഗ്രാമത്തിലെ എല്ലാ ആളുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതിനിടയിൽ അദ്ദേഹം B.Ed പാസ്സാവുകയും ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുകയും 2 മക്കള് അദ്ദേഹത്തിനുണ്ട്. നമുക്കറിയാം അവരൊക്കെ തന്നെ നല്ല സൗഭാഗ്യത്തിൽ ജീവിക്കുന്നു. കുടുംബം നല്ല രീതിയിൽ നോക്കി പരിപാലിക്കുന്നതോടൊപ്പം സമാജത്തെയും നാട്ടിനെയും സ്നേഹിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പേരാവൂര് ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭാസ്കർ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളുകളില്ല. വൈസ് ഫ്രണ്ട്സ് ക്ലബിൻ്റെ കാര്യത്തിലായാലും, സീനിയർ സിറ്റിസന്റെ രംഗത്തായാലും, NSSന്റെ പ്രവർത്തനത്തിലായാലും, എല്ലാ മേഖലയിലും ഏതൊക്കെ യുവജനങ്ങളുമായി ബന്ധപ്പെടാനുള്ള നല്ല കാര്യങ്ങളുണ്ടോ അതിലൊക്കെ പിന്നിൽ ഭാസ്കർ മാസ്റ്റർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ സമയത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായ ദുഃഖത്തിൽ പങ്കുചേരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ദുഃഖത്തിൽ നമ്മളൊക്കെ തന്നെ പങ്കുചേരുകയാണ്. നമ്മൾ നേരത്തെ ഇവിടെ എല്ലാവരും അത് അനുസരിച്ചു. എങ്കിലും ഈ അനുശോചന യോഗം എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം. അടുത്ത സംസാരിക്കുന്നതിന് വേണ്ടി ബിജു ചന്ദ്രനോ കാലങ്ങളായി അസുഖമായി ചികിത്സയിലായിരുന്നു നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് എൻ്റെ വേർപാടിൽ കുടുംബത്തിനും നമ്മളെയും തിരുവോണപ്പുറം പ്രദേശത്തെ എല്ലാവർക്കും ഒരു തീരാനഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ അഗാധമായ അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പറായിട്ടുള്ള ശ്രീമതി റീനെ നമ്മുടെ
ഭാസ്കരൻ മാഷ് നമ്മെ വിട്ടുവീഴ്ച പോയിരിക്കുകയാണ്. പറഞ്ഞതുപോലെ തന്നെ ഏറെ മാസങ്ങളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. അപ്പോൾ ഒരാഴ്ച മുന്നെയാണ് കുറച്ച് സീരിയസ് ആയി ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയത്. വിവിധ മേഖലകളിൽ തന്നാലാവുന്ന വിധമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ ഭാസ്കരൻ മാഷിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുന്നു. എല്ലാവിധ ആദരാഞ്ജലികളും. സുഭാഷ് മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, കോൺഗ്രസ്. ഏട്ടൻ ഉൾപ്പെടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള നേതാക്കന്മാരെ, ബഹുമാനായിട്ടുള്ള നാട്ടുകാരെ സൂചിപ്പിക്കും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കാലത്ത് ബഹുമാനപ്പെട്ട ഭാസ്കരൻ മാസ്റ്റർ നമ്മൾ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. ഭാസ്കരൻ മാസ്റ്ററെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സർവീസിലിരിക്കുന്ന സമയത്തും അതിനുശേഷവും ഈ പ്രദേശത്തുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക മേഖലകളിൽ നിറപുഞ്ചിരിയോടെ നമ്മൾ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ കർമ്മരംഗത്ത് അദ്ദേഹം എന്താണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഓരോ വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ മേഖലകളിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ട ആ വർഷങ്ങൾക്ക് ഇങ്ങോട്ട് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. നമുക്കറിയാം, ഈ പ്രദേശത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പലതവണ നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം അതിൻ്റെ പ്രവർത്തനവും വളർച്ചയും മറ്റു കാര്യങ്ങളുമായിട്ട് അദ്ദേഹം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ പ്രദേശത്തിനുണ്ടായിട്ടുള്ള തീരാ ദുഃഖത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഗാധമായ ദുഃഖം ലഭിക്കും. അടുത്തതായി CPIക്ക് വേണ്ടി കെ ബാലകൃഷ്ണൻ. സുഹൃത്തുക്കളെ, നമ്മുടെ ഭാസ്കരൻ മാഷ് ഇന്ന് 6 മണിക്ക് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം വളരെ കാലമായി ചികിത്സയിലായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് ഒരു അസുഖം കൂടുതലായിട്ട് വന്നു. രാമേന്ദ്രൻ ഡോക്ടറെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുകയും ഓക്സിജൻ കൊടുക്കുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് അസുഖം കൂടുകയും അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനും അദ്ദേഹവും UP സ്കൂൾ മുതൽ ഹൈസ്കൂൾ വരെ ഒന്നിച്ച് പഠിക്കുകയും വിവിധ മേഖലകളിൽ ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. NSS ആയാലും പിന്നെ അമ്പലത്തിൻ്റെ കമ്മിറ്റി ആയാലും എല്ലാം വളരെ ഞങ്ങൾ അത്രയും ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. അത് മാത്രമല്ല, ഞങ്ങൾ അണുകയും പിരിയുകയും ചെയ്യും. ശേഷം ഞങ്ങൾ വളരെയായിട്ട് പണവും അത് 2 മണിക്കൂർ അത്ര ലെവലുള്ള ഒരു വ്യക്തിയായിരുന്നു. എനിക്കെല്ലാമായിരുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ദേഹമികവത്തിൽ അദ്ദേഹത്തെ കുടുംബത്തിന് ഞാൻ വിശ്വസിക്കുന്ന സംഘടന BJP ജില്ലാ കമ്മിറ്റി അംഗം NV ഗിരീഷ്. ബഹുമാനപ്പെട്ട ഏട്ടൻ, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സുഹൃത്തുക്കൾ, ഭാസ്കരൻ മാഷെക്കുറിച്ച് പറയുകയാണെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനത്തിന് എന്നും എപ്പോഴും താങ്ങും തണലായി നിന്ന ഒരു വ്യക്തിയായിരുന്നു. അതേസമയത്ത് തന്നെ അദ്ദേഹം ഈ നാട്ടിലെ എല്ലാ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുകയും മറ്റുള്ള രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരും പ്രവർത്തകരും നാട്ടുകാരുമായിട്ട് ഏറ്റവും സൗമ്യമായി ഇടപെടുന്ന ഒരാളായിരുന്നു ഭാസ്കരൻ മാഷ്. ഭാസ്കരൻ മാഷെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ, RSS, BJP ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഒരു കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ പോലും അതിനുവേണ്ടി സംഘടനയ്ക്ക് വേണ്ടി ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുകയും സംഘടനയുടെ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിൽ താങ്ങും തണനുമായി നിന്ന ശ്രീ ഭാസ്കരൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് ഉള്ള അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം, ദീർഘകാലം അധ്യാപക ജോലി ചെയ്തിരുന്ന ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ, അദ്ദേഹത്തിന് ആ ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രതിനിധിയായി ശ്രീ പ്രദീപൻ മാസ്റ്റർ. ഇരിട്ടി ഹൈസ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാസ്കരൻ മാഷ് ഞാനൊക്കെ ഏകദേശം ഒരേ സമയത്ത് സർവീസിൽ പ്രവേശിച്ച അധ്യാപകരാണ്. ഭാസ്കരൻ മാഷ് ഒരു അധ്യാപകൻ, ഒരു സഹപ്രവർത്തകനപ്പുറത്ത് വളരെ നല്ല ഒരു സാമാജികനായിരുന്നു. അതേസമയത്ത് എല്ലാ ആളുകൾക്കും വളരെ സഹോദര സ്ഥാനീയനായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഓരോ ആളുടെയും, ഓരോ അംഗങ്ങളുടെയും, ഓഫീസിലെ സ്റ്റാഫ് റൂമിലുള്ള എല്ലാ അംഗങ്ങളുടെയും സഹോദരനെ പോലെ നമ്മളുടെ വ്യക്തിജീവിതത്തിലുള്ള പ്രശ്നങ്ങളിൽ പോലും വളരെ നല്ല ഉപദേശങ്ങൾ തരാനും സഹായിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ട് ഭാസ്കരൻ. നമ്മൾ ഓരോ ആളുകളും റിട്ടയർ ചെയ്ത് പോകുന്ന സമയത്ത് ഭാസ്കരൻ മാഷെ പറ്റി പറഞ്ഞ ഒരു കാര്യമാണ് എനിക്കിപ്പോൾ ഓർമ്മയുള്ളത്.
ഓരോ ആളും റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇതേപോലെയുള്ള ഒരു വ്യക്തി വീണ്ടും ഉണ്ടായി വരുന്നില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ ഈ നാട്ടുകാർ പറയുന്ന വസ്തുതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഭാസ്കര മാഷ പോലെ സർവീസിലിരിക്കുന്ന സമയത്ത് തന്നെ വ്യത്യസ്തമായ മേഖലകളിൽ, സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഭാസ്കര മാഷ സാമാന്യമായ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. വളരെ ലളിതമായ ഒരു മുഖമുദ്രയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ, പ്രദേശിയുടെയും മക്കളുടെയും ദുഃഖത്തിൽ, അഗാധമായ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവിലേക്ക് ശാന്തി വൈസ്മെൻസ് ക്ലബിന് വേണ്ടിയിട്ട് ഡോക്ടർ CM ദിനേശ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഭാസ്കര മാഷുടെ അത്യധികം ദുഃഖകരമായ വേർപാടിൽ അദ്ദേഹത്തെപ്പറ്റി എന്തെങ്കിലും പറയാൻ ഞാൻ അധികം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഒരാൾ എന്ന നിലയിൽ എൻ്റെ സ്വന്തം പേരിലും അദ്ദേഹം വളരെ കാലം പ്രവർത്തിച്ച സന്നദ്ധ സംഘടനയായ വൈസ്മെൻസ് ക്ലബിൻ്റെയും യങ് മൈൻഡ്സ് ഇൻ്റർനാഷണലിൻ്റെയും, അതുപോലെ തന്നെ അദ്ദേഹം പ്രവർത്തിക്കുന്ന പേരാവൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഹൈന്ദവ വായന സമിതിയുടെ പേരിലും ഇത് ഞങ്ങളുടെ അഗാധമായ ദുഃഖം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. തിരുവോണപ്പുറം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഗതാഗത ബസ്. നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു, ഒരു 35 വർഷം മുമ്പിൽ തിരുവോണപ്പുറം അമ്പലത്തിൻ്റെ ശൈശവാവസ്ഥയെക്കുറിച്ച്. അവിടെ നിന്ന് ഇന്ന് കാണുന്ന പ്രൗഢിയിലുള്ള തിരുവോണപ്പുറം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും മറ്റുള്ള പല പ്രവർത്തനങ്ങളും നടത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച 3-4 പേരിൽ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു പേരാണ് ഭാസ്കരൻ മാഷ്. ഭാസ്കരൻ മാഷെക്കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഒരു അധ്യാപകൻ എന്ന നിലയിലും അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വമാണ് ഭാസ്കരൻ മാഷ്. കഴിഞ്ഞ ഒരു 25 വർഷം ഞങ്ങളെപ്പോഴും ഇവിടെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിൽ വളരെ പ്രധാനമായിട്ട് ഒന്നിച്ച് നടക്കുന്ന, എപ്പോഴും ഈ വീട്ടിൽ ഇരിക്കുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുന്ന ഏതാനും കൂട്ടുകാരിൽ ഒരാളാണ് ഞാൻ. എനിക്ക് കഴിഞ്ഞ 35 വർഷമായിട്ട് ഭാസ്കരൻ മാഷുമായിട്ട് നല്ലൊരു ബന്ധമാണ്. പ്രധാനമായിട്ടും ഈ അമ്പലത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റു ചില സംഘടനകളുമായി ചേർന്നിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടാണ്. ഞങ്ങൾ ബന്ധുക്കളാണ്, അതിനേക്കാൾ ഉപരി ഞങ്ങൾ കൂട്ടുകാരാണ്. അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ 3-4 ദിവസമായി വളരെ വിഷമിച്ച ഒരവസ്ഥയിലായിരുന്നു. അവിടുന്ന് എന്തായാലും അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ അഗാധമായ ദുഃഖം കുടുംബത്തോടും കൂട്ടുകാരോടും സുഹൃത്തുക്കളോടും ഒക്കെയുള്ള പോലെ അഗാധമായ ദുഃഖം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. തിരുവോണപ്പുറം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എല്ലാവിധ അഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് NSS താലൂക്ക് യൂണിയന് വേണ്ടി രമേശ് ബാബു മാഷ. ബഹുമാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളൊരു NSSൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഭാസ്കരൻ മാഷായിട്ട് പരിചയപ്പെട്ട മുതൽ വ്യക്തിപരമായ കാര്യങ്ങളും ഒന്നും ഒരു മറന്നീക്കാം നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങൾ ആ NSSനോട് നടത്തി വ്യക്തിപരമായ ഏത് പ്രശ്നമുണ്ടെങ്കിലും വളരെ തുറന്ന് സംസാരിക്കുന്ന, വളരെ തുറന്നൊരു മനസ്സുള്ള ഒരു മാഷായിരുന്നു. ഞാൻ എത്രയോ പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട്, മക്കളെല്ലാം എനിക്കറിയാം, മക്കൾ വീട്ടിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഇത്രയും ഒരു സാമൂഹ്യ രംഗത്ത് ഇത്രയും കൂടുതൽ പ്രവർത്തിച്ചൊരു വ്യക്തിയാണെന്ന് നിങ്ങളുടെ പ്രഭാഷണത്തിലൂടെ മാത്രമാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഒരിക്കലും അദ്ദേഹം ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണോ, ഒരു ക്ലബിൻ്റെ ആളാണോ, ഒരു രാഷ്ട്രീയ നേതാവാണോ, അങ്ങനെയൊന്നും ഒരിക്കലും സംസാരിച്ചില്ല. നമ്മൾ വ്യക്തിപരമായി നല്ല അടുപ്പത്തിലായിരുന്നു, പേഴ്സണൽ കാര്യങ്ങൾ പോലും സംസാരിക്കുന്ന ആളായിരുന്നു. പക്ഷേ എല്ലാത്തിനോടും ആ തൊടുന്ന കാര്യത്തോട് ആത്മാർത്ഥ കാണിച്ച ഒരു വ്യക്തിയായിരുന്നു. അത് ആ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ഈ കുടുംബത്തിനുണ്ടായ എല്ലാ ദുഃഖത്തിലും പങ്കെടുത്തുകൊണ്ട് ആ കുടുംബത്തോടുള്ള ഞങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു. പ്രശാന്ത് മാസം
മാസ്റ്ററുടെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്താൻ എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, എല്ലാവരും ജീവിച്ചപോലെ നമ്മുടെ നാടിൻ്റെ ശക്തിയും ഊർജവുമായിരുന്നു ഭാസ്കരൻ മാഷ്. എല്ലാവരോടും സൗമ്യമുഖത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ കഴിവുകളും ഊർജവും സമൂഹത്തിന് വേണ്ടി നൽകിയ ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു ഭാസ്കരൻ മാഷ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ എല്ലാ തരത്തിലുള്ള ആളുകളും കൂടി എത്തിച്ചേരുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ജോലി പ്രവേശിച്ച ശേഷം നമ്മുടെ അധ്യാപക സംഘടനയുടെ ദേശീയ അധ്യാപകത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തി വന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു ഭാസ്കരൻ മാഷ്. ഞാൻ അധ്യാപക ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഭാസ്കരൻ മാഷായിരുന്നു ഇരിട്ടി ഉപജില്ലയുടെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവന്നിരുന്നത്. എല്ലാ പ്രതിസന്ധികളും മറികടന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഭാസ്കരൻ മാഷ് വഹിച്ച പങ്ക് ചെറുതല്ല. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആശസ്സും കിട്ടിക്കൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ വഴി സംസ്ഥാന തലത്തിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശം എനിക്ക് നൽകിയ ഊർജ്ജം വലുതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ വലിയ ദുഃഖം ദേശീയ അധ്യാപകത്തിൻ്റെ കുടുംബം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിൽ ദേശീയ അധ്യാപകത്തിൻ്റെ എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. ഹയർ സെക്കൻഡറി സ്കൂളിൽ പിന്നീട് ആ സ്കൂളിലെ ഇപ്പോഴത്തെ അധ്യാപകനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ പ്രജിത്ത് മാഷെ, ശ്രീജേഷ് മാഷെ സദയം ക്ഷണിക്കുകയാണ്. ഭാസ്കരൻ മാഷയുടെ ക്ലാസ്സിലിരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച വ്യക്തിയാണ്. 2001 കാലഘട്ടങ്ങളിൽ ഭാസ്കരൻ മാഷ് നമ്മുടെ ക്ലാസ്സിൽ വന്ന് അപ്രതീക്ഷിതമായ രീതിയിൽ നമുക്ക് ക്ലാസ്സുകളൊക്കെ ഒരു വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ അധ്യാപകൻ എന്നുള്ള രീതിയിൽ കുട്ടികളുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന അധ്യാപകനായിരുന്നു. നമ്മളെ പല കാര്യങ്ങളിലും നമ്മുടെ എഴുതുന്ന അക്ഷരങ്ങൾ ശരിയാക്കാനും അതുപോലെ വിവിധ തരത്തിലുള്ള പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. ആ പല രീതികളും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ഞങ്ങളൊക്കെ ഇന്നും ഞങ്ങളത് നമ്മുടെ പ്രവൃത്തി പദത്തിൽ നമ്മൾ എത്തിക്കാറുണ്ട്. ഈ അടുത്ത കാലം വരെ ഭാസ്കരൻ മാഷുമായിട്ട് അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു. നമ്മുടെ വീട്ടിൽ വന്നിട്ട് കാണാൻ വേണ്ടി അദ്ദേഹം വിളിക്കാറുണ്ടായിരുന്നു, വന്നിട്ട് കാണാറുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം തന്നെ ഇവിടെ നേതൃത്വം നൽകുന്ന ക്ഷേത്രത്തിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി സോമസുന്ദരേട്ടൻ പറഞ്ഞ ഈ നാട്ടിൽ തന്നെയുള്ള അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ട് ഇവിടെ വന്ന് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ചില സമയത്ത് ആ ക്ലാസ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് കയറണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ കണ്ട് സംസാരിച്ചിട്ട് സ്കൂളിലെ വിശേഷങ്ങൾ തന്നെയാണ് പ്രവർത്തകരുടെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വിദ്യാലയത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചറിയുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ആദർശത്തിലും ആശയത്തിലും ഉള്ള വ്യക്തികൾ അധ്യാപകരായിട്ട് എത്തുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൽ പൂർത്തീകരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ പല ശിഷ്യന്മാരും അതേപോലെ തന്നെ പല സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെ ആദർശത്തിൽ യോജിക്കുന്ന രീതിയിലുള്ള ആൾക്കാരെ അദ്ദേഹം ഈ അധ്യാപക മേഖലയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആദർശത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അദ്ദേഹം കാണിച്ചെന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നവരുമായിട്ടുണ്ട്. ഇവിടെ ഈ ക്ഷേത്രത്തിൽ ക്ലാസ് എടുത്തിട്ട് പോയിട്ട് അങ്ങനെ പല സമയത്ത് ഇവിടെ വരുന്ന സമയത്ത് ചില സമയം അദ്ദേഹം വീട്ടിൽ ഞാൻ അല്പം വിശ്രമത്തിലാണ്, എനിക്ക് ഫോണെടുത്ത് സംസാരിക്കാനാവില്ല, ഇന്ന് കുറച്ച് അസുഖം ഉണ്ട്, അതുകൊണ്ട് ഇന്ന് വരേണ്ടതില്ല എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഒരു തവണ മാഷടുത്തേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വരേണ്ടതില്ല, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ള നിർദ്ദേശമാണ് അദ്ദേഹം തന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആദർശാത്മകമായിട്ടുള്ള രീതികൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും. അദ്ദേഹത്തിന് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വയ്ക്കാനുള്ള എല്ലാ ആശംസകളും വളരെ ചെറിയ ഒരു വിദ്യാർത്ഥിയെ പോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രതിനിധിയായി പ്രജിത്ത് ജാലാം. നമസ്കാരം. തിരുവനന്തപുരം പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഭാസ്കരൻ മാഷിൻ്റെ വിയോഗം എന്ന് പറയുന്നത് ഒരിക്കലും നികത്താനാവാത്ത ഒരു വിടവ് തന്നെയാണ്. നമ്മൾ ഏതൊരു പ്രവർത്തനമായിട്ട് മാഷിൻ്റെ അടുത്ത് സമീപിക്കുന്ന സമയത്ത് മാഷിൻ്റെ ആ രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനം, ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് മാഷ് നൽകാറുണ്ട്. ഒരു നിർദ്ദേശം വെച്ചതിന് ശേഷം ആ പ്രവർത്തനത്തിന് ശേഷവും അത് കുറച്ചും കൂടി നല്ല രീതിയിൽ എങ്ങനെ നടപ്പിലാക്കാമായിരുന്നു എന്ന രീതിയിൽ പോസിറ്റീവായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ മാഷിൻ്റെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ മാഷ് വർക്ക് ചെയ്ത ഒരു സ്ഥാപനത്തിൽ ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ എനിക്കൊരു വർഷം വർക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയ സമയത്ത്
പേരാവൂരിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞ സമയത്ത് ആദ്യം അവിടെയുള്ള ടീച്ചേഴ്സ് എല്ലാവരും എന്നോട് ചോദിച്ചത് ഭാസ്കരൻ മാഷിനെ അറിയോ എന്നായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ മാഷിൻ്റെ ആ ഒരു സ്കൂളിലെ സ്ഥാനം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. തിരുവോണപ്പുറമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അത് NSS ആണെങ്കിലും ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനമാണെങ്കിലും സംഘടനാ പ്രവർത്തനമാണെങ്കിലും ഏത് മേഖലകളിലും മാഷിൻ്റെ ഈ ഒരു വിടവ് നമുക്ക് ഒരിക്കലും നികത്താൻ സാധിക്കില്ല. കാലത്തിൻ്റെ അനിവാര്യമായ മരണത്തിന് മുന്നിൽ കീഴടങ്ങിയ മാഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. മാഷുമായി വളരെ അടുപ്പമുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഈ യോഗത്തിൽ ക്ഷമിക്കണം. ഒന്ന് സീനിയർ സിറ്റിസൻ്റെ പ്രതിനിധിയായി ശ്രീ ശ്രീധരൻ മാസ്റ്റർ. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഒരു സോഷ്യൽ ഞാൻ കേരള സീനിയർ സിറ്റിസൺ ഫോറം പേരാവൂർ യൂണിറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത്. ഭാസ്കരൻ ഏട്ടൻ, ഞാൻ എപ്പോഴും വിളിക്കുന്നത് ഭാസ്കരേട്ടൻ മാസ്റ്റർ എന്നല്ലായിരുന്നു, ഭാസ്കരേട്ടൻ എന്നായിരുന്നു വിളിച്ചത്. ഒരു സോഷ്യൽ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം തിരുവോണപ്പുറത്തും അയൽവക്കത്തുള്ള എല്ലാ പ്രദേശത്തും വളരെയധികം പേരും പെരുമയും സമ്പാദിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ നമുക്കൊരു നല്ല ഒരു സോഷ്യൽ പ്രവർത്തകനെ ഇന്ന് നഷ്ടപ്പെടുകയാണ്. ആ ദുഃഖത്തിൽ ഭാസ്കരേട്ടൻ്റെ ഫാമിലിയോടും ഞാനും എൻ്റെ കേരള സ്റ്റേറ്റ് സോഷ്യൽ സീനിയർ സിറ്റിസൺ ഫോറവും ചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് നമ്മൾ ദുഃഖം ആചരിക്കുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് കൂടുതലായൊന്നും പറയാനില്ല. നമ്മുടെ കുടുംബത്തിന് നമ്മൾ എത്രത്തോളം ദുഃഖത്തിൽ ചേരുവാൻ പറ്റുമോ എന്ന് നമ്മളെല്ലാവരും ആലോചിച്ച് അവർക്ക് അതിൻ്റെ സഹായം നീട്ടുക എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു. താങ്ക് യു. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ്. അതിൽ ഉപരിയായിട്ട് എന്നെ അദ്ദേഹം ഒരു സുഹൃത്തായിട്ടും പലപ്പോഴും കാണാറുണ്ട്. ഞാൻ ഭാസ്കരൻ മാഷിൽ കണ്ട പല ഗുണങ്ങൾ പലരും ഇവിടെ പലതും വിശദീകരിച്ചപ്പോൾ അവർ പറയാൻ വിട്ടുപോയ 2-3 കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അദ്ദേഹം ഒരു രോഗശയ്യയിൽ കിടക്കുന്ന അവസരത്തിൽ പോലും തിരുവോണപ്പുറത്തും അദ്ദേഹത്തിന്റെ പരിചയത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരാൾ ഒരു അവശത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു റോഡൊന്നും ഇല്ലാതെ ഒരു കല്ലും മുള്ളും നിറഞ്ഞ ഒരു ഊടുവഴിയിലൂടെയും ഒരു കുന്നൊക്കെ കയറി പോകുന്നുണ്ടെങ്കിലും അദ്ദേഹം അവിടെ പോയി അവരെ സമാശ്വസിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ എൻ്റെ വീട്ടിൽ പോലും അദ്ദേഹം എൻ്റെ അമ്മ മരിച്ചപ്പോൾ കയറി വന്നപ്പോൾ എന്തിനാ ഇങ്ങ് വന്നതെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ച ഒരു അനുഭവം എനിക്കുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഭാസ്കരൻ മാസ്റ്ററിൽ പല ക്ലബ്ബുകളിലും പല സംഘടനകളിലും പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹം ആ നൈപുണികൾ നേടിയ ഒരു കാര്യമുണ്ട് തിരുവോണപ്പുറത്ത് ഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 മാഷൊക്കെ അതിൻ്റെ പ്രഭാഷണമൊക്കെ അതിൻ്റെ ഭാരവാഹികളായിരുന്നു ആ കാലത്ത്. അന്ന് ഭാസ്കരൻ മാഷ് ഇത്രയും പ്രായം ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ അന്ന് ചെറിയ ഒരു ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നു. അപ്പോൾ ഒരു ക്ലബ്ബ് എന്താണെന്നും ആ ക്ലബ്ബ് എങ്ങനെ കൊണ്ടു നടക്കണമെന്നൊക്കെ പിന്നീടുള്ള ഒരു തലമുറയെ പഠിപ്പിച്ചു തന്ന ഒരു വ്യക്തിയായിരുന്നു ഭാസ്കരൻ മാസ്റ്റർ. അദ്ദേഹം ആ ക്ലബിലൂടെ ഒരുപാട് കായിക വിജ്ഞാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. കാരണം ആ ക്ലബിൽ നിന്ന് ഇപ്പോൾ ഉദാഹരണം ക്യാരം ബോർഡും ചെസ്സും ഒക്കെ പഠിച്ചിട്ട് പിന്നീട് ആ പഠിച്ച വ്യക്തികളിൽ നിന്ന് അത് ഒരു കൈത്തിരി കൊളുത്തിയതുപോലെ പടർന്ന് പല കുട്ടികൾക്കും ഇപ്പം ഞാൻ തന്നെ ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അധ്യാപകനായിട്ടാണ് റിട്ടയർ ചെയ്തത്. പക്ഷെ ആ ക്ലബുള്ളത് കൊണ്ട് കുറച്ച് ചെസ്സൊക്കെ പഠിച്ചതിൻ്റെ പേരിൽ എൻ്റെ സ്കൂളിൽ അത് ഞാൻ എൻ്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് അത് അവർ പിന്നെ മറ്റു മേഖലകളിൽ കുറച്ച് സ്ഥാനമാനങ്ങൾ നേടിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അതിൻ്റെ യഥാർത്ഥ എന്താ പറയുക അവകാശി ഭാസ്കരൻ മാസ്റ്റർ അന്ന് തിരുവോണപ്പുറത്ത് സ്ഥാപിച്ച ഈ പിന്നെ ഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. അപ്പോൾ അത് ചിത്രം വരക്കായാലും സാഹിത്യത്തിനായാലും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്ര ചെറുപ്പത്തിലേ തന്നെ ഒരു മികവുറ്റ സംഘാടകനായി അദ്ദേഹം വളർന്നിരുന്നു. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്,
എല്ലാവരും കൃഷിക്കാരെ ആദരിക്കണം, നാട്ടിൻ്റെ നട്ടെല്ലാണെന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലൊരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ ഈ വീടിന്റെ പരിസരത്ത് തന്നെ ഈ കത്തിച്ചൊരിച്ച് നിൽക്കുന്ന ഈ സൂര്യന്റെ കീഴിൽ നമുക്ക് ആശ്വാസത്തോടെ കൂടി ഇരിക്കാൻ പറ്റിയത് ഭാസ്കരൻ മാഷയുടെ വീടും ഭാസ്കരൻ മാഷയുടെ കൃഷിയോടും